Hello friends, welcome to channel goodhappenshereajay channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു പുതിയൊരു നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയി കഴിഞ്ഞ ഒരു TWS ആണ്, അഥവാ ഒരു വയർലെസ് ഇയർബഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള, അതായത് ANS ഉള്ള ഒരു ANC ഉള്ള ഒരു നമ്മുടെ ഇയർബഡ് ആണ്, അല്ലെങ്കിൽ TWS ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ആമസോൺ പ്രൈമിൻ്റെ അന്ന് ലോഞ്ച് ആയതാണ് നമ്മുടെ ഈ ബോട്ടിൻ്റെ എയർഡോപ്പ് 413ANC എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇത് 4111ൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കാലം മുമ്പ് ഇതിൻ്റെ ഒരു 411 എന്നൊരു മോഡൽ ഇറങ്ങിയിരുന്നു. അതിൻ്റെ ഒരു പുതിയ മോഡലാണ് 413ANC എന്ന് പറഞ്ഞപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ലോഞ്ച് ഓഫറായിട്ട് 1999 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ റേറ്റ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്, 2500 റേഞ്ചിലായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു 2500 റേഞ്ചിൽ ANC ഉള്ള ഒരു ഇയർബഡ് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു വെറൈറ്റി തന്നെയാണ്. വെറൈറ്റി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര വാല്യൂ ഫോർ മണി ഒരു സംഭവം തന്നെയാണ്. ഇതിൽ വെച്ച് ഒരു ആക്ച്വലി 25 dB വരെയൊക്കെയാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇവർ പറയുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ ഇത് സീൽഡ് ബോക്സ് ആണ്, നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾക്കൊരു കളർ ഇതാവുന്നൊക്കെ കളർ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആംബിയൻ മോഡ് ഉണ്ട്, ട്രാൻസ്പാരൻസി മോഡ് ഉണ്ട്, അതായത് പിന്നെ 10mm ഡ്രൈവറാണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2 ആണ് വരുന്നത്. IPX4 സ്വെറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ടച്ച് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ ടോട്ടൽ പ്ലേ ടൈം വരുന്നത് 20 മണിക്കൂറാണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയുന്നുണ്ട് ഇവർ. പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 5 മിനിറ്റ് ചാർജ് തന്നെ നമുക്ക് 30 മിനിറ്റ് ബാക്കപ്പ് കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് നമുക്ക് 4990 രൂപയ്ക്കാണ് MRP കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ നമ്മുടെ ബൈങ് പ്രൈസ് പറഞ്ഞല്ലോ. എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടാം. ഇത് 2-3 കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഈ കാണുന്ന ഒരു ഗ്രീന്, ബ്ലാക്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. ഒരു മൾട്ടി കളർ ഡിസൈൻ മോഡലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകുന്നത് വെച്ചാൽ ഈ റേഞ്ചിലെ ANC എന്ന് പറയുമ്പോൾ അതിൻ്റെ നമുക്ക് ക്വാളിറ്റി നോക്കണമല്ലോ. അതുപോലെ നിങ്ങൾക്ക് ബോട്ട് അറിയായിരിക്കും, ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ എന്തെങ്കിലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. നിങ്ങൾക്കവിടെ URL കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഒരു എന്താ പറയുക, ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കാനുള്ള വെബ്സൈറ്റ് ആകും വിചാരിക്കും. നമ്മളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും ടോപ്പ് 5 കാറ്റഗറിയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രൈ നോക്കാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ സപ്പോർട്ടാണ്, അപ്പോൾ നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് Instagram, Facebook കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ എയർഡോപ്പ് 413ANC ബോക്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ബോക്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഫ്രണ്ടിലായിട്ട് എയർഡോപ്പ് 413ANC എഴുതിയിട്ടുണ്ട്. മുകളിൽ ബോട്ടിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ 25 dB എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 25 dB വരെയുള്ള നോയ്സുകളെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ENX ടെക്നോളജി എന്ന് പറയുന്നുണ്ട്, ക്ലിയർ വോയിസ് ഡെലിവറി. അത് പിന്നെ നമുക്ക് IWP ടെക്നോളജിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെയറിങ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ഓപ്പൺ പെയറിങ് പെട്ടെന്ന് കിട്ടും. പിന്നെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് വോയിസ് അസിസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൂഗിളും സിറിയൊക്കെ. അതുപോലെ ബാക്കിലായിട്ട് അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മോഡലാണ് വരുന്നത് ബോക്സ്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആംബിയൻ മോഡ് ഫോർ ട്രാൻസ്പാരൻസി ഉണ്ട്. 10mm ഡ്രൈവറാണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2 വരുന്നുണ്ട്. IPX4 സ്വെറ്റ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ടച്ച് കൺട്രോൾ വരുന്നുണ്ട്. ടോട്ടൽ പ്ലേ ടൈം കൊടുത്തിരിക്കുന്നത് ഒരു 20 hour ആണ്. ലൈറ്റ് വെയിറ്റ് ഇയർബഡ് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് 30 മിനിറ്റ് നമുക്ക് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പാക്കേജ് കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇത് സെൻസേഷണൽ എന്നൊരു സംഭവം ഒരു ടാഗ് ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ സീൽഡ് പാക്കറ്റ് ആയിരിക്കണം, അല്ല സീൽഡല്ല, ഞാൻ ആക്ച്വലി സീൽ പൊട്ടിച്ചിട്ടുണ്ടെന്ന് മറന്നുപോയി. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു ബോട്ട് ഇതുപോലത്തെ ഒരു പിന്നെ അവർക്ക് ഇതാണ് നമുക്ക് സീൽഡ് ഇടാം. ഞാൻ വിചാരിച്ചത് നമ്മൾ ഫ്രണ്ടിൽ ഒരു സീൽ മാത്രമേ തുറന്നിട്ടുണ്ടെന്നുള്ളേ. അപ്പോൾ നമുക്ക് സീൽ കട്ട് ചെയ്യാം. സീൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് TWS നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ച് ആയതൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. അത് നമ്മുടെ ബോട്ടിൻ്റെ വേറെ മോഡലാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത് നമ്മൾ 2-3 ദിവസം മുമ്പ് ഇട്ട TWS തന്നെയാണ്. ഒരു 1500 താഴെ വരുന്ന നമുക്ക് 131 Pro ബോട്ടിൻ്റെ മോഡൽ തന്നെയാണിത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ പട കൊടുത്തിട്ടുണ്ട്. ബോക്സിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല തൽക്കാലം നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം ആദ്യം. ഒരു ബോട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു കൊട്ട സാധനങ്ങളുണ്ടായിരിക്കും. നമുക്കൊരു ബുക്ക്ലെറ്റ് കിട്ടുന്നുണ്ട്, ഒരു യൂസർ മാനുവൽ. പിന്നെ ബോട്ടിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഉള്ളൊരു സംഭവം കൂട്ടുണ്ട്. പിന്നെ ബോട്ടിൻ്റെ സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റിക്കർ വേറെ ഒട്ടിപ്പോയി.
ഇതാ ബോട്ടിൻ്റെ ഒരു സ്റ്റിക്കർ, ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ റീഡ് ബിഫോർ യൂസിന് ഒരു കാർഡ് കിട്ടുന്നുണ്ട്, 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. ഇവർക്ക് ഈ നമ്മുടെ സെലിബ്രിറ്റിയുടെ പടം കൊടുത്തിട്ട് ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് നിർത്താറായില്ലവോ? ഈ കുറേ ഇന്ത്യൻ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്താണ് എല്ലാത്തിലും ഉണ്ട് ഈ പരിപാടി ഉണ്ട്. അവരുടെ ബ്രാൻഡിനെ ഫോക്കസ് ചെയ്തിട്ടല്ലാണ്ട് ഇവർ ഫുള്ള് നമ്മുടെ സെലിബ്രിറ്റീൻ്റെയും ക്രിക്കറ്റേഴ്സിൻ്റെയും പടം വെച്ചിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് ഫുള്ള്. എന്ന് വെച്ചാൽ നമുക്ക് ഇവരെ പരസ്യം തന്നെ കണ്ട ഇത് ഇയർബഡിൻ്റെ പരസ്യമാണോ അതോ ഫാഷൻ്റെ ഷൂട്ടിൻ്റെ പരസ്യമാണോ കൺഫ്യൂസ് ആയിപ്പോൾ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇവരിൽ. പക്ഷേ പ്രൊഡക്ട്സ് നല്ലതാണ്, കുഴപ്പമില്ലാത്ത പ്രോഡക്ട്സ് ആണ്. പക്ഷേ മോസ്റ്റ്ലി എല്ലാം മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. ബോട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സുമ്മ കണ്ടാൽ അറിയേണ്ടായിരിക്കും, എല്ലാം ഇമ്പോർട്ടഡ് തന്നെയാണ്. ഒരു മെജോറിറ്റി എല്ലാം ഇമ്പോർട്ടഡ് തന്നെയാണ്. ചിലത് മാത്രമാണ് ബോട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുള്ളൂ, മാനുഫാക്ചറിങ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ബോക്സ് ഞാൻ എവിടെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അവിടെയാണ്. ഇതാ കണ്ടോ, അത് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു, പ്രൈസിങ് ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാൻ മറന്നു. ഞാൻ എന്തായാലും ഒന്ന് സൂം ചെയ്യാം. നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ ഇപ്പോൾ ഇമാജിൻ മാർക്കറ്റിംഗ് ലിമിറ്റഡ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. 4999 ആണ് മെയ്ഡ് ഇൻ ചൈന. കണ്ടോ, 4999 ആണ് പ്രൈസിങ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാം. നമ്മളെന്തായാലും ബോക്സും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് അതേപോലെ തന്നെ നമുക്ക് എടുത്തു വയ്ക്കാം. ഈ സാധനം ഇതിൻ്റെ നമുക്ക് കൂടെ കിട്ടിയ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് വെക്കണ്ടേ? ഇത് കുറേ ഉണ്ട്. പിന്നെ നമുക്കൊരു മെയിൻ സാധനം നമ്മൾ പറയാൻ പറഞ്ഞു, ഇതിൽ നമുക്ക് നമ്മുടെ കേബിളുണ്ട് കേട്ടോ. കേബിളും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക എക്സ്ട്രാ ഇയർബഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മോസ്റ്റ്ലി നമുക്ക് ഈ ഡിഫോൾട്ടായിട്ട് വരുന്ന സംഭവം കറക്റ്റ് ഫിറ്റ് ആവാറുണ്ട്. അപ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല. ഇത് വെക്കാൻ കുറച്ച് പാടാണ്. നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം, വെറുതെ ടൈം കളയണ്ട. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മെയിൻ നമ്മുടെ എന്താ പറയുക ഇത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു റാപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അവരെ, നമുക്ക് മാറ്റി വയ്ക്കാം. ബോട്ടിൻ്റെ ബ്രാൻഡിങ് നിങ്ങൾക്ക് മുകളിൽ കാണുന്നതായിരിക്കും. ഇവരുടെ ബ്രാൻഡിങ് ഒക്കെ ഭയങ്കര ലൈറ്റ് ബ്രാൻഡിങ് ആണ്, പെട്ടെന്ന് കാണാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതായാലും അങ്ങനെ തന്നെയുണ്ട്, മുകളിലാണ് ബ്രാൻഡിങ്, പെട്ടെന്ന് അറിയില്ല. അപ്പോൾ അതൊരു മാറ്റ് ഫിനിഷാണ്, ഒരു ഗ്രീൻ കളറാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡ്യുവൽ ടോൺ പോലെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് റിങ്, ഒരു ഓറഞ്ച് കളർ റിങ് പോലെയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിലായിട്ട് ടൈപ്പ് സി പോർട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കിക്കോ. ഓപ്പൺ ചെയ്യുമ്പോഴും കൊള്ളാം. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഹിഞ്ചും കൊള്ളാം. ഇതൊരു മാഗ്നറ്റിക് ആണ്. നമുക്കൊരു ഗ്രീൻ കളർ ലൈറ്റ് കത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ എടുത്തിട്ട് നമുക്ക് ഈ പെയറിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി നോക്കി ഇത് ഓപ്പൺ ആയിട്ട് പെയർ ആവുന്നതിനോ നമുക്ക് എന്തായാലും നോക്കി നോക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് ഓണാക്കാം. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഓണാക്കിയിട്ടുണ്ട്, ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ കുറേ എണ്ണം വരുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഇത് ലിഡ് ഓപ്പൺ ചെയ്യണം. നമുക്ക് ലിഡ് ഓപ്പൺ പെയറിംഗ് ഉണ്ടോ നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ലിഡ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അവൈലബിൾ ഡിവൈസിൽ ഇത് വരുന്നുണ്ടോ നോക്കി നോക്കാം. എന്താ വെച്ചാൽ അവരുടെ ബോക്സിൽ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് ഓപ്പൺ ആൻഡ് പെയർ വരേണ്ടതാണ്. പക്ഷേ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. മോസ്റ്റ്ലി നമുക്ക് നമ്മുടെ ഇയർബഡ് എടുക്കേണ്ടി വരും. നമുക്ക് എന്തായാലും നമ്മുടെ ഇയർബഡ് നമ്മുടെ ബോക്സിൽ നിന്ന് എടുത്ത് നോക്കാം. നല്ല മാഗ്നറ്റിക് ഉണ്ട് ആക്ഷൻ. ഇത് നമുക്ക് ഇതുമ്പോൾ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കളയാൻ മറക്കണ്ട, അല്ലെങ്കിൽ ചാർജിങ് ആവില്ല. അതൊക്കെ ഉണ്ട്. നമ്മളെ ബോക്സിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റാപ്പിംഗ് കളയട്ടെ. അതിൻ്റെ ചെറിയ നല്ലൊരു ഭയങ്കര റാപ്പിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതുവരെയായിട്ട് ഇത് നോട്ടിഫിക്കേഷൻ ഇല്ല, നമ്മുടെ ബ്ലൂടൂത്തിൽ വന്നിട്ടില്ല കേട്ടോ. അതിൽ ചാർജ് ഇല്ലയാവോ? നമുക്ക് എന്തായാലും ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതിൽ നമുക്ക് നമ്മുടെ ഇത് ഓപ്പൺ ആകുമ്പോൾ വരുന്നുണ്ട്. എന്താ വെച്ചാൽ നേരത്തെ അത് കോണ്ടാക്ട് വന്നിട്ടുണ്ടെന്നില്ല. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഇയർബഡുമ്മ ഒരു നമ്മുടെ ചാർജിങ് കോണ്ടാക്ട് ആവാനുള്ള ഒരു സംഭവം ഉണ്ടാകും. അത് എടുത്ത് പറഞ്ഞപ്പോൾ ആക്ച്വലി ലൈറ്റും കത്തി തുടങ്ങി വെച്ചപ്പോൾ നമുക്ക് ഇത് ഡിക്റ്റേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം അത് ചെയ്യാൻ മറക്കണം അവിടെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഞാൻ Airdopes 413 പെയറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പെയർ ആവാൻ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഞാൻ പെയർ കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ പെയർ ആയിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് കാണിക്കുന്നത് 100% ബാറ്ററി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റി ഓഡിയോ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കോൺടാക്ട് ഷെയറിങ്ങും മീഡിയ ഓഡിയോ ഫോൺ കോൾസും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൈമറി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആണ് നമുക്ക് സോങ് ഒന്ന് വെച്ച് നോക്കാം. അന്നേരം നമുക്ക് സോങ്ങും ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഒരു അരമണിക്കൂർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ എന്താ പറയുക ബോട്ടിൻ്റെ 413Anc നമ്മൾ അത്യാവശ്യം ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ അത്യാവശ്യം കോളും സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആക്ച്വലി നമ്മുടെ ലൈവായിട്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു ഓഡിയോ നമ്മുടെ മ്യൂസിക് ക്വാളിറ്റി നോക്കി നോക്കാം. ഞാൻ എന്തായാലും നമ്മുടെ
കോളും നമ്മൾ സംഭവങ്ങളൊക്കെ നോക്കിയിരുന്നു, എൻസിങ്ങാനൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഒരു കോൾസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 80% നമുക്ക് പുറത്തത്തെ നോയ്സും കാര്യങ്ങളൊക്കെ കട്ടാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഭയങ്കര പ്രതീക്ഷിക്കരുത് എന്ന് വെച്ചാൽ ഭയങ്കര ഈ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ റോഡിലൊക്കെ വീട് ഭയങ്കര തിരക്കുള്ള സമയത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ പാടായിരിക്കും. പക്ഷേ നോർമൽ ഔട്ട്ഡോർ സംഭവത്തിലൊക്കെ കോളാകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വിൻഡ് നോയ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോർമലായിട്ടൊക്കെ കട്ടാവുന്നുണ്ട്. പിന്നെ ഭയങ്കര വിൻഡ് നോയ്സ് ഒന്നും അത്ര കട്ടാവുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ 25 ഡെസിബിൾ വരെ കട്ടാവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രത്യേകിച്ച് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് തന്നെ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത് നമുക്ക് ഇതുമേ ഒരു റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇതുമേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഹോള് കാണാം. അപ്പോൾ ഈ ഹോള് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഡ്രൈവറിൻ്റെ സൈസ്, നമ്മുടെ ആ ഡ്രൈവറിൻ്റെ സൈസ് വലുതാവുന്ന കൂടും നമ്മുടെ എന്താ പറയുക ബാസ് കൂടും. അങ്ങനെയാണ് നമ്മൾ നോർമലി ഈ വെക്കാണ്ട് തന്നെ ഡിക്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല പിന്നെ 10 mm ഡ്രൈവറാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ബാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ കംഫർട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്ത ബോട്ടിൻ്റെ എന്താ പറയുക 131 Pro ഇതിനെക്കാട്ടും കംഫർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ഓൾറെഡി കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് കണക്ട് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഗാൻ എടുക്കട്ടെ. ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒരു നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ANC ഓൺ ആവും എന്ന് നോക്കി നോക്കാം. നല്ല ഒരു ANC മോഡ് വർക്ക് ആവുന്നുണ്ട്. നമുക്ക് ആക്ച്വലി എൻ്റെ AC വർക്ക് ചെയ്യുന്നൊന്നും കേൾക്കുന്നില്ല. അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഫാൻ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നോയ്സ് ക്ലിയർ ആയി പോയിട്ടുണ്ട്. നമ്മുടെ മ്യൂസിക്കിലും നല്ല എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു നമ്മുടെ പുതിയ പാട്ടൊന്ന് വെച്ച് നോക്കാം. നമ്മുടെ മലയാളം സോങ്ങുകൾ പുതിയ വെച്ചു. സൂപ്പർ. ഇനീഷ്യൽ ഇംപ്രഷൻ തന്നെ കൊള്ളാം. എന്താ വെച്ചാൽ നമുക്കൊരു 60-70 വോളിയത്തിൽ വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നുണ്ട്. വോക്കൽസൊക്കെ നല്ല ക്ലിയർ ആണ് കേട്ടോ. ഞാൻ ബാസിന് വരെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സൂപ്പർ ബാസും ഉണ്ട്, അത്യാവശ്യം നല്ല ബാസ് ഉണ്ട്. എന്നുവെച്ചാൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ സംഭവം കൊള്ളാം. എന്ന് വെച്ചാൽ ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ബഡ് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ANC മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അതുപോലെ തന്നെ ഒരു 2 സെക്കൻഡ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക നമ്മുടെ എന്താ പറയുക ANC മോഡ് ഓഫ് ആക്കാനുള്ള മോഡ് അതിന് വേറെ പേരുണ്ടല്ലോ, ബോക്സും ഉണ്ടായിരുന്ന ഞാൻ മറന്നുപോയി. ആംബിയൻ മോഡിലേക്ക് പോകും. പിന്നെ നമുക്ക് നോർമൽ നമ്മുടെ അതൊരു വോളിയം കൺട്രോളൊക്കെ ഉണ്ട്. ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും സിംഗിൾ ടാപ്പിന്. പിന്നെ ഡബിൾ ടാപ്പ് ആണെങ്കിൽ നമ്മുടെ നോർമൽ കോൾ എടുക്കാനും ഡിസ്കണക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വോളിയം കൺട്രോൾ നമ്മുടെ ടച്ച് ആൻഡ് കൺട്രോൾസും ഒക്കെ നോർമലായിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ കാര്യം പറയാനുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു വോയിസ് ക്വാളിറ്റിയാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഇയർബഡ് വാങ്ങിക്കുന്ന പാട്ട് കേൾക്കാനൊക്കെയാണല്ലോ. അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തായാലും ഈ സംഭവം ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ റേഞ്ചിന് എന്തായാലും ഒരു ANC ഉള്ള ഒരു സപ്പോർട്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് വേറെ എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കിട്ടാനില്ല, വേറെ ഉള്ളത് പിന്നെ ക്രോസ് ബീറ്റ്സിൻ്റെ ഒക്കെ ആകുമ്പോൾ ക്രോസ് ബീറ്റ്സിനായിട്ട് എന്തായാലും ഒരു ക്വാളിറ്റി ബോട്ടിൻ്റെ പീസിനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിക്കാന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ബാസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വോയിസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് എന്ന് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ പ്രൈസിങ് നോക്കണം നിങ്ങൾ. എല്ലാം കൂടി നമുക്ക് ഈ പ്രൈസിന് കിട്ടില്ലല്ലോ. അപ്പോൾ ബോറാന്നല്ല പറയുന്നത്, പക്ഷേ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കോൾസിൻ്റെ കാര്യത്തിൽ. പക്ഷേ മ്യൂസിക് ക്വാളിറ്റിയിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു 80 വോളിയൊക്കെ ആകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്, നല്ല ബാസും കിട്ടുന്നുണ്ട്, നല്ല വോയിസ് നല്ല നോയ്സ് ക്യാൻസലേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 2500 ആണ്. പക്ഷേ ഇന്നലെയൊക്കെ നോക്കുമ്പോൾ അതിന് ഓഫറൊക്കെ 1990 ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2000 താഴെ കിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കണ്ണുമുട്ടി വാങ്ങാം. എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. 2500 ആയാലും കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് വാങ്ങാം. എന്ന് വെച്ചാൽ ANC വരുന്ന ഒരു മോഡൽ പിന്നെ വേറെ നിങ്ങൾക്ക് കിട്ടാൻ വേറെ വഴിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു 10ൽ ഒരു 8.5 എന്തായാലും കൊടുക്കുന്നതിന്. ഓവറോൾ നമ്മളൊരു 8.5 എന്തായാലും കൊടുക്കുന്നതിന്. നമ്മൾ ഇതിന് ഈ നമ്മുടെ ബോട്ടിൻ്റെ 131 പ്രോനൊക്കെ ആണെങ്കിൽ ഇത് ആക്ച്വലി പ്രൈസ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ റേറ്റിംഗ് കൊടുക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഇതിന് 1500 താഴെ വരുന്ന ഒരു മോഡലാണ്. ഇതാകുമ്പോൾ നമ്മുടെ ഈ ശരിക്കും പ്രൈസ് വരുന്നത് 2500 ആണല്ലോ. നമ്മൾ വാങ്ങിച്ചത് നമുക്ക് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരു ഡീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് 1990 രൂപയ്ക്കാണ്. എന്ന് വെച്ചാൽ ലോഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മാറണമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.